Hi friends, good morning. Welcome to another beautiful day. Carpe diem. So, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ആളെ പറ്റിയിട്ടാണ്. കാർപ്പെ ഡിയം. ഈ ആള് കുറച്ച് ദൂരെ നിന്നാണ്, ഇവിടെ നിന്നൊന്നുമല്ല. ആക്ച്വലി ലാറ്റിൻ ഫ്രേസ് ആണ് കാർപ്പെ ഡിയം. കാർപ്പെ ഡിയം ദാറ്റ് മീൻസ് സീസ് ദ ഡേ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ന് കിട്ടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ടൈം, ഓപ്പർച്യൂണിറ്റി, ഇതൊന്നും തന്നെ നാളെ കിട്ടില്ല എന്ന്, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചാണ് നാളെ കിട്ടുക എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ പഴയ കാലത്തെ പറ്റി റിഗ്രറ്റ് ചെയ്യാതെ, ഫ്യൂച്ചറിൽ ഒന്നും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാതെ, നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ഡേ അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് സന്തോഷമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ലിവ് ചെയ്യുക എന്നാണ് ഇത് പറയുന്നത്. സീസ് ദ ഡേ. ആക്ച്വലി ഇത് ഒരു റോമൻ പോയറ്റ് ആയിട്ടുള്ള ഹൊറേസ് എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ ഒരു 103 പോയംസിൻ്റെ കളക്ഷൻ, 4 ബുക്കുകളായിട്ടാണ്. അതും വളരെ പണ്ടാണ്, 23 BC ഈ ബുക്കുകൾ പബ്ലിഷ് ചെയ്തത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വോളിയത്തിലുള്ളതാണ് ഈ കാർപ്പെ ഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫ്രേസ്. സോ ആക്ച്വലി ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബുദ്ധിമാന്മാരായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കവികൾ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കാർപ്പെ ഡിയം, സീസ് ദ ഡേ. എന്നിട്ടും നമ്മളിത് കണ്ടില്ല, കേട്ടില്ല, മനസ്സിലാക്കിയില്ല എന്ന് വിചാരിച്ച് ഇതൊന്നും നമ്മൾ പ്രാക്ടിക്കലാക്കാതെ ഇരിക്കാൻ പാടില്ല. സോ നമ്മളുടെ ഈ മൊമെൻറ്റ് സന്തോഷമായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ജീവിക്കാൻ ഞാൻ എൻ്റെ എല്ലാ ഓഡിയൻസ് വ്യൂവേഴ്സിനോടും പറയുകയാണ്. ഞാനും അതിനുവേണ്ടി ട്രൈ ചെയ്യുകയാണ്. ഇനിയും ആക്ച്വലി ഇദ്ദേഹം മാത്രമല്ല, പിന്നീട് വന്നിട്ടുള്ള നമുക്ക് 2 പരിചിതമായ പോയറ്റ്സും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കേരളത്തിൽ ഏത് സിലബസ് പഠിച്ചിട്ടുള്ള കുട്ടിയും റോബർട്ട് ഫ്രോസ്റ്റിനെ മറന്നുപോയില്ല. അദ്ദേഹത്തിൻ്റെ കവിതകൾ സ്റ്റേറ്റ് സിലബസിലും CBSE ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ റോബർട്ട് ഫ്രോസ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര പ്രിയങ്കരനായിട്ടുള്ള ഷേക്സ്പിയർ, ഇവരുടെയൊക്കെ കവിതകളിലും ഒക്കെ ഈ കാർപ്പെ ഡിയം അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അവർ നമ്മളോട് പിന്നെയും പിന്നെയും എടുത്തു പറഞ്ഞിട്ടുണ്ട് കാർപ്പെ ഡിയം. റോബർട്ട് ഫ്രോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത ബുക്ക്, അതിൻ്റെ പേര് കാർപ്പെ ഡിയം എന്നായിരുന്നു. അതുപോലെ തന്നെ ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേയിൽ പോയമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കാർപ്പെ ഡിയം. ഒരു സോങ്, അതിൻ്റെ പേരാണ്, ടൈറ്റിലാണ് കാർപ്പെ ഡിയം. എനിക്കിത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ ഒരു സിനിമയും കൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. ഡെഡ് പോയറ്റ് സൊസൈറ്റി